ഇത് നമുക്ക് 5000 രൂപ കൊടുക്കും. 5000 രൂപയ്ക്ക് വെറും 5000 രൂപയ്ക്കുള്ള വണ്ടിയാണ്. മാക്സ് 4 പുല്ലുണ്ടാൻ പറ്റും അങ്ങനത്തെ പറ്റിയ വണ്ടിയൊക്കെയാണ് കേട്ടോ. 13 രൂപയ്ക്ക്. അതായത് പഠിക്കേണ്ട ആവശ്യങ്ങൾക്ക് ഇതാ നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നതാണ് വീഡിയോ എന്താ യൂട്യൂബിൽ വരാത്തത്. നമ്മൾ ഈ ഗിവ് അവേ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് ഗിവ് അവേ ഇപ്പൊ ഇതിന്റെ ഇടയിൽ വെക്കാൻ നിങ്ങൾക്ക് ഇതാ ഒരുപാട് വണ്ടികളൊക്കെ അതായത് ലോ ബഡ്ജറ്റിൽ വണ്ടി കിട്ടുന്ന ഒരു ഷോറൂമിന്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണിച്ചു തരാൻ വന്നതാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഈ 2 സ്ട്രോക്ക് വണ്ടി കൊടുക്കാട്ടോ. ലോ ബഡ്ജറ്റിൽ എന്ന് പറഞ്ഞാൽ 5000 രൂപയുടെ വണ്ടികൾ വരെ ഇന്നുണ്ട് എന്നാ പറഞ്ഞത്. അവെഞ്ചർ വേണോ അവെഞ്ചർ, ബുള്ളറ്റ് വേണോ ബുള്ളറ്റ്, സ്കൂട്ടി വേണോ സ്കൂട്ടി, ഏത് മോഡൽ വണ്ടികളും. അതായത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു എന്താ നിങ്ങൾ വീഡിയോ ചെയ്തത്. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധാരണക്കാർക്കും അല്ലെങ്കിൽ നോർമൽ യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ വണ്ടികളും അത്യാവശ്യം പ്രീമിയം വണ്ടികളും ഉള്ള ഒരു ഷോറൂം ഡീറ്റെയിൽസ് കാണിച്ചു തരാനാണ് വന്നത്. നമുക്ക് പൊളിക്കണ്ടേ? ഇന്ന് വീഡിയോ കേരളം കത്തിക്കുന്ന പറഞ്ഞത്. അതായത് നമ്മുടെ അടുത്ത് നിന്ന് കൊടുക്കാൻ പോണ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകൾ. ഇന്ന് എത്ര രൂപ മുതൽ വണ്ടികളുണ്ട്? 5000 മുതൽ വണ്ടികളുണ്ട്. 5000 സ്റ്റാർട്ട് ചെയ്തു. 5000 മുതൽ സാധാരണക്കാരാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും വണ്ടി ഉപയോഗിക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും വണ്ടി ഇല്ലാത്ത ആളുകളുണ്ട്, വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള നമ്മളിപ്പോ ചെറിയ വണ്ടികൾ തന്നെ ചില ആളുകൾ കൊണ്ടുവന്നേക്കാത്ത കാരണം അത് ട്രാൻസ്ഫർ, OTP മറ്റു പ്രശ്നങ്ങളാണ്. നമ്മൾ എല്ലാ ആളുകൾക്കും വണ്ടി കൊടുക്കണം. നമുക്ക് പ്രീമിയം വണ്ടിയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ പല വണ്ടികളുണ്ട്. നല്ല ബഡ്ജറ്റിൽ കൊടുക്കോ. ഒരു ടോ സ്ട്രോക്ക് വണ്ടി ഉണ്ടല്ലോ, ഓഫർ കൊടുക്കോ. എവിടെയും കിട്ടാത്ത പ്രൈസിൽ കൊടുക്കും. അതായത് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന പല ജില്ലകളിൽ നിന്ന് ആളുകളുണ്ടോ. അതായത് കാസർഗോഡ് നിന്നുണ്ടാവും, തിരുവനന്തപുരത്ത് നിന്നുണ്ടാവും, കണ്ണൂർ നിന്ന്, മലപ്പുറം, പല ജില്ലയിൽ നിന്നുണ്ടാവും. അപ്പൊ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമുക്ക് ഡെലിവറി സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എണ്ണ നമുക്ക് ഫ്രീ ആയിട്ട് 5 ലിറ്റർ എണ്ണ കൊടുക്കാം. അതെ, ഹെൽമെറ്റ് കൊടുക്കാം ഫ്രീ ആയിട്ട്. ഹെൽമെറ്റ് വേണോ റെയിൻകോട്ട് വേണമെന്ന് അവർ പെട്രോൾ കൊടുക്കാം, ഹെൽമെറ്റ് ആണെങ്കിൽ ഹെൽമെറ്റ് കൊടുക്കാം, കോട്ട് ആണെങ്കിൽ കോട്ട് കൊടുക്കാം. അതായത് ഇതിൽ അണ്ടർനോ കൊടുക്കൂലേ? അല്ല, ഇതിൽ ഏതാ നമുക്ക് വണ്ടിന്റെ ഡീറ്റെയിൽസ് തുടങ്ങാം. ഒരുപാട് കഥകൾ പറയാണ്ട് നമുക്ക്. അതായത് ഒരുപാട് നാളായി നമ്മൾ നമ്മളെ വീഡിയോ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ താഴെ വന്നിട്ട് കമന്റ് ഇടാറുണ്ട്. അതായത് എന്താണ് ബാവട്ടിന്റെ ഷോറൂമത്തെ വീഡിയോ ചെയ്യാത്ത, നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികൾ വേണം, ലോ ബഡ്ജറ്റുള്ള വണ്ടികൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് അയക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് തുടങ്ങിയാലോ? ബുള്ളറ്റിന്റെ അകത്ത് ഹെൽമെറ്റ് കൊടുക്കാനാണോ? ഓക്കെ, നമുക്കൊരു ഫസ്റ്റ് ഇവിടെ ബുള്ളറ്റ് ഉണ്ട്. ഇവിടെ തുടങ്ങണോ സ്കൂട്ടി? 5000 രൂപ വണ്ടി എവിടെ ഉള്ളത്? വീഡിയോ ഫുൾ ആയിട്ട് കാണാം. നമ്മൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാം. 5000 രൂപ, 15000 രൂപ, 16000 രൂപ വണ്ടിയൊക്കെ അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വരുന്നത് 2000 പുതിയ മോഡൽ ആക്സസ്, ന്യൂ മോഡൽ 2017 ഡിസ്ക്. 2017 ആണ്. എത്രയാണ് നമുക്ക് ചോദിക്കുന്നത്? 48 രൂപ. 48 രൂപയാണ് ചോദിക്കുന്നത്. 2017 മോഡൽ. സിംഗിൾ ഓണർ ആണോ നിലവിൽ? സിംഗിൾ ഓണർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 2022 മോഡൽ. 2022 മോഡൽ ആക്സസ് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 80 രൂപ. 80 രൂപ ലെവലാണ് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു മുന്തിരി കളർ. അതെ, 2021 മോഡൽ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 70 രൂപ. 70 രൂപ ലെവലാണ് ചോദിക്കുന്നത്. 2021 ഒക്കെ സിംഗിൾ ഓണർ അല്ലേ? നമുക്ക് അതുപോലെ തന്നെ ഡിയോ ആണെങ്കിൽ 2022 മോഡൽ. 22 മോഡൽ. നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇത് 22 മോഡൽ, ഫുൾ കട്ടുള്ള ടയർ വണ്ടി, ഫുൾ സെറ്റ് ആണ്. എത്ര ചോദിക്കുന്നത്? അത് നമുക്ക് 80 രൂപ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ഏകദേശം? അതൊക്കെ ആകെ 10-12 ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഇവിടെ ലോ കിലോമീറ്റർ വണ്ടികളാണ്. അതുപോലെ തന്നെ നമുക്ക് 2017 ഉണ്ട്, 18 ഉണ്ട്. 2017 ഉണ്ട്, 18 ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതൊക്കെ 35 രൂപ. 35 രൂപ. നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ എങ്ങനെ നടക്കേണ്ടി വരും? കാരണം വണ്ടി ഒതുക്കി വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടല്ലേ നമുക്ക്. ബുള്ളറ്റ് എത്ര ഉണ്ട്? ബുള്ളറ്റ് നമുക്ക് ഏകദേശം 10-13 ബുള്ളറ്റ് ഉണ്ട്. 13ഓളം ബുള്ളറ്റ് അപ്പുറത്തുണ്ട്. അതിന്റെ ഗോഡൌണിലേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോകൾ സ്കിപ്പ് ചെയ്യേണ്ട. ഇന്ന് വണ്ടികളെ അതായത് നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഒരുപാട് വണ്ടികളെ സിനിമകളുള്ള ഒരു ഡീറ്റെയിൽസ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ റേസറ്റാർ കഴിഞ്ഞതിന് ശേഷം മാസ്ട്രോ എഡ്ജ് ആണ്. എത്ര? 2016 25 രൂപ. 2016 25 രൂപ. ഓക്കെ, അതുപോലെ തന്നെ ഒരു ആക്റ്റീവ് 2014 മോഡൽ. എൻക്വയറി വരുന്ന വണ്ടിയാണ്. 14 മോഡൽ ഹോണ്ട ആക്റ്റീവ. എത്ര വയ്ക്കുന്നത്? അത് നമുക്കൊരു 33 രൂപ. 33 രൂപ. 16 മോഡൽ. 14 മോഡൽ. സോറി, 14 മോഡൽ. ഓക്കെ, നേക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂല. അത് ചെയ്യാം, മാക്സിമം ഓഫറൊക്കെ കൊടുക്കല്ലേ. വീഡിയോ മാക്സിമം കുറച്ചല്ലേ ചെയ്യാം. അത്രേ ഉള്ളൂ. അത് കേട്ടാ മതി. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബ്ലൂ ആൻഡ് 2015 മോഡൽ ഡിയോ. എത്ര ചോദിക്കുന്നത്? അത് ഏകദേശം 33 രൂപ. അതിന്റെ അപ്പുറത്തുള്ളതാണെങ്കിലോ? അത് 21 മോഡൽ 70 രൂപ. 70 രൂപ. ഓക്കെ, ഇനി ഈ സൈഡിൽ നിന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു ആക്റ്റീവ 2014 വീണ്ടും 14 മോഡൽ. ഇതിന് കുറയോ? ഇത് നമുക്ക് 30 രൂപ. 30 രൂപ. അത് 14 മറ്റേതിന് 33. എത്ര ചോദിച്ചത്? അല്ല, അത് ചില വണ്ടികൾ റേറ്റ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അങ്ങനെ 14. ഇത് 125 ആണ്. 125 ആണ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ 2019 മോഡൽ പറയുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത്
55 രൂപ കൊടുക്കാം. ഡിസ്ക് അലവിലൊക്കെ ഉള്ള വണ്ടി. ഡിസ്ക് അലവിലൊക്കെ ഉള്ള. അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന ജൂപ്പിറ്റർ ആണ്. ജൂപ്പിറ്റർ 2018 മോഡലാണ്. ടയർ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഓക്കെ റെഡിയാ. ഒക്കെ റെഡിയാണെന്ന് പറഞ്ഞാൽ ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതൊരു 48 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ആക്സസ് വരുന്നുണ്ട് 2018 മോഡല്. 18 മോഡലാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 50 രൂപ. 50 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വീണ്ടും 2016 മോഡൽ. ഓക്കെ. അതൊരു 35 രൂപ. 2021 മോഡല്. 2021 മോഡല് ജൂപ്പിറ്റർ എത്ര വയ്ക്കുന്നത്? 65 രൂപ. 65 രൂപ. അതുപോലെ തന്നെ പുതിയ മോഡൽ 2010 വണ്ടി 982 നല്ല വണ്ടി. എത്ര മോഡൽ? ഇതും ഏകദേശം 2021 മോഡൽ ഉണ്ട്. 2021 മോഡൽ. എത്ര? ഇതും ഒരു 63 കൊടുക്കാം. 63 രൂപ. 16,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ. വണ്ടി ഫുൾ സെറ്റ് ആണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് FZ വരുന്നുണ്ട്. FZ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടമുള്ള ഒരു മോഡലാണ്. പഴയ മോഡൽ ഇത് നിർത്തിയതിനു ശേഷം ഇത് ഒരുപാട് ആളുകൾക്ക് ഈ വേർഷൻ 1 എത്ര തന്നെ നമ്മൾ ചോദിക്കുന്നത്? ഇത് 2018 മോഡൽ. 16 സോറി 16 12 മാസം വണ്ടി. 16 12 മാസം മോഡൽ വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇതൊരു 52 രൂപ. 52 രൂപ. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ ഏകദേശം 16 വണ്ടിക്കൊക്കെ ഏകദേശം 40 രൂപ. 40 രൂപ ഫിനാൻസ്. അതായത് 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി പോകും. സ്കൂട്ടി മോഡലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? സ്കൂട്ടി മോഡലൊക്കെ ഏകദേശം 16 ശേഷം വണ്ടിക്ക് നമ്മളെ മുച്ചിങ്ങ പോണ ചാട്ടാക്കി പോണ ബുള്ളറ്റോടെ പോയി. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വീഡിയോ കഴിഞ്ഞ് കണ്ടിട്ടൊക്കെ എവിടുന്നൊക്കെ ആളുകൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, എറണാകുളം, കാസർഗോഡ് നിന്ന്, അങ്ങനെ ഒരുപാട് ഒട്ടനവധി വന്നിട്ടുണ്ട്. കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫുള്ള് കോളാണ്. ഇതിങ്ങനെ വന്നോണ്ട് ഇങ്ങനെ അൺലിമിറ്റഡ് ആണ്. പല പരാതി വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള പരാതി. എന്തുകൊണ്ട്? കൂടുതൽ വരുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് മതി. ഓക്കെ. അതുപോലെ തന്നെ യൂണിക്കോൺ എത്ര? 2017 മോഡൽ. ഇത് നമുക്ക് 65 രൂപ. 65 രൂപ. 2017 മോഡൽ. ഫിനാൻസ് ആണെങ്കിൽ എത്ര കിട്ടും? ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 40,000 ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ കോൾ അങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ നമ്പർ വരുന്നുണ്ട് കേട്ടോ. പല നമ്പർ വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇത് 2015 മോഡൽ. 15 മോഡൽ. എത്ര വെക്കുന്നത്? ഇത് നമുക്ക് 45 രൂപ. നമ്മളെ നല്ല വിലക്ക് നല്ല ബഡ്ജറ്റിൽ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ബാവട്ടിന്റെ ഫോൺ അങ്ങനെ കോളോണ്ട് കോളാണ്. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും തിരിച്ചു വിളിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇത് 2015 മോഡൽ. 2015 മോഡൽ. പൾസർ 150. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 36. കേരളത്തിൽ എവിടെ കിട്ടാൻ മാക്സിമം പൾസർ ഒന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. ഭയങ്കര ഡിമാൻഡ്. പുതിയ വണ്ടികൾ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് പഴയ വണ്ടി കുറച്ച് ഡിമാൻഡ്. പൾസർ വേറെ വേരിയന്റ് കേട്ട് ഇറങ്ങുന്നുണ്ട്. ആളുകൾക്ക് ഈ മോഡൽ ഇഷ്ടം കൂടുതൽ. ആളുകൾക്ക് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ പൾസർ ഇറങ്ങിയത് ഈ മോഡൽ. പിന്നെ ഇറങ്ങിയത് NS അങ്ങനത്തെ വണ്ടികൾ. ഓക്കെ. പിന്നെ നമുക്ക് 2015 എത്ര? 36. ഫിനാൻസ് ഇതിന് 15 ആകുമ്പോൾ നമുക്ക് സെർട്ട് ലോണേ കിട്ടുള്ളൂ. നമുക്ക് 36 ആണോ ചോദിക്കുന്നത്? 36. അതെ. ബുള്ളറ്റ് ആണെങ്കിലോ ഇത് 2015. എത്രയാണ്? നമുക്ക് 75 രൂപ. 75 രൂപ. സ്റ്റാൻഡേർഡ് നല്ല നാക്ക് നീറ്റ് ക്വാളിറ്റി വണ്ടിയാണോ? ഇതിമ തട്ടുമ്പോ ഇതിമ മുട്ടാണ്. അതിന് മാത്രം വണ്ടി കളക്ഷൻ അവിടെ. ഓക്കെ. ഓക്കെ. എത്രയാണ് നമുക്ക് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ? ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം 40-50 രൂപ ചെയ്യാം. ഒരു 20 രൂപയൊക്കെ ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് 16 മോഡൽ. 16 മോഡൽ. എത്ര വെക്കുന്നത്? ഇത് നമുക്ക് 75 ആണ് ചോദിക്കുന്നത്. നമുക്ക് ഫിനാൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ക്ലാസിക് ആണ് 2014 മോഡൽ. സോറി, ഇത് ക്ലാസിക് ആണല്ലേ? ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെ. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്റെ കാല് ഞാൻ ആക്സിലേറ്റർ കൊടുത്തു തരാതെ. ആക്സിലേറ്റർ കൊടുക്കണ്ട. ഓക്കെ. ബുള്ളറ്റ് വീണ്. അല്ല സോറി, ഹെൽമെറ്റ് വീണ്. ആകെ മൊത്തം കോമഡി ആണല്ലോ. ഓക്കെ. അപ്പൊ ഈ ക്ലാസിക് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകണമെങ്കിൽ കുറച്ച് വണ്ടികൾ ഇതൊക്കെ 70 രൂപ കൊടുക്കാം. 70 രൂപ. നമുക്ക് ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് ചെയ്യാം. പകുതി ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തെങ്കിലും വില പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. ടേബിൾ ടു ടേബിൾ ഇരുന്നാൽ നമ്മൾ സെറ്റ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ABS 2019 ഇറങ്ങിയ വണ്ടിയാണ്. 2019 ഇറങ്ങിയത്. ഇത് കണ്ടിട്ട് ഒരു R1 ഒക്കെ ലുക്ക് കിട്ടും. കാരണം ഡിസൈന് മൊത്തത്തിലൊരു ഒരു ഡിഫറെന്റ് ലുക്ക് ഉണ്ട്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു V3 അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പോർട്സ് കാറ്റഗറി ഒരു വണ്ടിന്റെ ഒരു സെയിം ലുക്ക് വരുന്നുണ്ട്. ഇത് ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 55 രൂപ. 55 ABS ഉള്ള വണ്ടി കേട്ടോ. ABS ഉള്ള വണ്ടിയാണ്. മാക്സിമം 50 രൂപ ലോൺ കിട്ടും. 50 രൂപ ലോൺ. 5000 നമ്മളെ പ്രേക്ഷകർക്ക് നിങ്ങൾ വില കുറയ്ക്കൂലേ? അതെ. 5000 രൂപ വന്നാലും കൊണ്ടുപോകാം. ആളുകൾ ക്ലിയർ ഒരു 5000 ഉണ്ടെങ്കിൽ ജിക്സർ. ഇതൊക്കെ വണ്ടി പുതിയ എടുക്കുന്ന 1,70,000 80,000 രൂപ വില വണ്ടിയാണ്. കൊണ്ടുപോകാം. അതെ. അത്രയും മാർക്കറ്റ് കുറഞ്ഞു. വണ്ടിക്ക് എഞ്ചിന് പരമായിട്ട് കംപ്ലൈന്റ് അപ്പാച്ചി 1955. അതുപോലെ തന്നെ വേർഷൻ 2 FZ 1652. ഓക്കെ. അതുപോലെ തന്നെ അവെഞ്ചർ സ്ട്രീറ്റ് ഒരുപാട് ആളുകൾ 2016 അവർ തപ്പി നടക്കുന്നുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് എത്ര? ഇത് 45 രൂപ. 35 രൂപ ലോൺ കൊടുക്കാം. വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉറപ്പല്ല. അത് മതി. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പൾസർ വരുന്നുണ്ട്. വീണ്ടും 2016 മോഡൽ. 45. ഇനി ചെറിയ വണ്ടിന്റെ ആക്റ്റീവ മറ്റുള്ള വണ്ടികളൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇതൊക്കെ ചെറിയ 2014 വീണ്ടും ആക്റ്റീവാണ്. 23
രൂപയ്ക്ക് 2014 ആക്റ്റീവ നേരത്തെ ഉള്ളിൽ വൈറ്റ് പറഞ്ഞപ്പോ അത് 30 ഇത് പോളിഷൻ ചെയ്ത് ഇത് നോർമൽ അപ്പൊ ഇത് 28 14 മോഡൽ. ഓക്കെ അതുപോലെ തന്നെ ഒരു ആക്റ്റീവ പഴയ മോഡൽ ഇത് നമുക്കൊരു പഠിക്കാൻ ആവശ്യത്തിന് അതെ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് ടാക്സ് ഒക്കെ കടിച്ചു വെച്ചു ഓക്കെ അത് നമുക്ക് റിന്യൂവൽ എടുത്താണ്ട് 13 രൂപ 13 രൂപ അതായത് പഠിക്കേണ്ട ആവശ്യങ്ങൾക്ക് ഇതാ നല്ലൊരു വണ്ടി പിന്നെ കുറെ ഉണ്ട് പഴയ വീടില്ല കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് വീട് ആക്റ്റീവ് ഇത് 2013 മോഡൽ എത്ര ചോദിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ഒരു 20 രൂപ കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഹീറോ ഹോണ്ട പാഷൻ പ്രോ എത്രയാണ് ചോദിക്കുന്നത് പാഷൻ പ്ലസ് സോറി പഴയ മോഡൽ അതെ ഇത് ടയറൊക്കെ പുതിയ ടയർ മുള്ളങ്ങര വരും മുള്ള് ബാവട്ടിന്റെ മുള്ളത് കൈ മുറി ഓക്കെ എത്രയാണ് ചോദിക്കുന്നത് ഇത് നമുക്കൊരു 17 രൂപ കൊടുക്കാം ഉള്ള വണ്ടിയാണ് വെറൈറ്റി കാണാൻ നല്ല രസമുണ്ട് സീറ്റ് ഓവറൊക്കെ അതിനനുസരിച്ച് അടിച്ചൊരു വണ്ടി കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് തന്നെയാണ് സ്റ്റാൻഡേർഡ് ആണ് 18 മോഡൽ എത്രയാണ് സ്റ്റാൻഡേർഡ് നോക്കുന്നത് ഇത് നമുക്കൊരു 90 രൂപ 90 രൂപക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് കൊണ്ടുപോകാം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഡ്യൂക്ക് RC അതെ KTM RC അതെ 2021 അല്ലല്ല 2021 മോഡൽ 2021 ഓക്കെ 2021 മോഡൽ ബാവട്ടത്തൊന്ന് സ്റ്റാർട്ട് ആക്കിയിട്ടേ പോകുള്ളൂ യോ സ്റ്റാൻഡ് തട്ടണം എന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡ് തട്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ആക്കി നോക്കാം ഓ സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ടോ ഇത് പൊളിക്കൂട്ടോ അങ്ങനെയാണെങ്കിൽ ഈ RC എത്ര ചോദിക്കുന്നത് ഇത് നമുക്കൊരു 2021 ആണ് 2021 ആണ് ഇതിന്റെ മാർക്കറ്റ് 80 85 90 ഒക്കെ ഉണ്ട് 165 അതിന് നമുക്ക് കൊടുക്കാം 2021 ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ സെറ്റ് ആണ് വണ്ടിന്റെ എഞ്ചിൻ പരമായിട്ടാണെങ്കിലും ഒക്കെ ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാ സൗണ്ട് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ട് തോന്നുന്നുണ്ട് അല്ല അതല്ല അത് സൈലൻസർ ഇതായതാണ് എക്സ്ട്രാ ഉണ്ടോ കട്ട് ചെയ്ത് ഓക്കെ അത് വേണമെങ്കിൽ റെഡി ആക്കാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് ഇത് നമ്മള് 55 അന്ന് കൊടുത്തിരുന്നത് ഇപ്പൊ നമുക്ക് 45 രൂപ കൊടുക്കാം അത്രയും നല്ല ഡിഫറെന്റ് ആയിട്ടല്ലേ ഇപ്പൊ 2018 മോഡൽ അതെ അതെ ഇവരൊക്കെ മാക്സിമം 30-35-40 ലോൺ കിട്ടും അതെ ടൂറർ വണ്ടി അത് അത്യാവശ്യം ലോങ് റൈഡ് പോകാൻ മോഡൽ വണ്ടി അവെഞ്ചറിന്റെ പോലെ ഓക്കെ അതുപോലെ തന്നെ ഗ്ലാമർ ആക്കി 2013 മോഡൽ 2013 മോഡൽ എത്ര നമുക്ക് ചെറിയ വില കൊടുക്കാം ചെറിയ വിലക്കാണ് 20-25 റേഞ്ചിൽ ഓക്കെ എത്ര കൊടുക്കും എന്നാലും നമുക്കൊരു 23 രൂപ കൊടുക്കാം ഡിസ്ക് ഉള്ള വണ്ടിയാണ് ഡിസ്ക് കാര്യങ്ങളുണ്ട് സൈലൻസർ ഉണ്ട് എഞ്ചിൻ ഉണ്ട് ഡിസ്ക് ഇല്ലാത്തതുണ്ടാവില്ലേ ഇത് 15 മോഡലാ ഇത് മറ്റേതാണോ ഡിസ്ക് ഉള്ളത് എത്രയാണ് ചോദിക്കുന്നത് ഇത് നമുക്കൊരു 33 രൂപ 15 മോഡൽ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് യൂണിക്കോൺ ഇത് ചെറിയ വില എത്ര വില നമുക്കൊരു 17 രൂപ 16 രൂപ കൊടുക്കും 16 രൂപയ്ക്ക് യൂണിക്കോൺ എത്ര മോഡൽ 2009 കൊറോണ ടഞ്ഞും അല്ല ഈ ചെറിയ വില അലേവിലെ ഡിസ്ക് കാര്യമൊക്കെ ഹോണ്ട യൂണിക്കോൺ ആകുമ്പോഴേ പാഷൻ ബസിന്റെ വിലയുള്ളൂ പാഷൻ ബസിന്റെ വിലയുള്ളൂ യൂണിക്കോൺ ഇവിടെ മഴ വരിക പോവാ ഡാർക്ക് അതുപോലെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ ചെറിയ ഡാർക്ക് വരുന്നുണ്ട് കാരണം നേരെ എയർപോർട്ടിന്റെ താഴെയാണ് നമ്മളെ ഷോപ്പ് അതായത് എയർപോർട്ടിന്റെ സൈഡിലാണ് നമ്മുടെ സൈഡിലാണ് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് ഒക്കെ ഇടയ്ക്ക് കേൾക്കാൻ കഴിയും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് അവെഞ്ചർ 2014 അവെഞ്ചർ എത്ര ചോദിക്കുന്നത് 27 അല്ലേ 27 നല്ല അടിപൊളി ഒരു വെറൈറ്റി നല്ല രസമുണ്ട് കാണാൻ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സാധാരണക്കാരന്റെ ലോ ബഡ്ജറ്റ് വണ്ടി നല്ല മൈലേജ് എത്ര ചോദിക്കുന്നത് നമുക്ക് 15 രൂപ 2012 മോഡൽ 15 രൂപ സെൽഫ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് നിലവിൽ വർക്കിംഗ് ആണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ആക്കി നോക്കണം സ്റ്റാർട്ട് ആക്കി നോക്കാം നിങ്ങൾ ഈ പറയണ ശരിയാണോ നോക്കണല്ലോ സെൽഫ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലേ അത് ഉള്ളതുപോലെ തന്നെ പറയും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പൾസർ വരുന്നുണ്ട് റെഡ് കളർ ഇത് 18 രൂപ 2018 മോഡൽ 11 മോഡൽ 18 രൂപ അല്ലേ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ജിക്സർ വരുന്നുണ്ട് ഇത് നമുക്ക് ഇത് ഒന്ന് എടുത്തിട്ടുള്ളൂ വൃത്തിയാക്കി ഈ കണ്ടീഷനിൽ നമുക്ക് 20 രൂപ കൊടുക്കാം 2015-16 മോഡൽ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന CBZ ഇത് നമുക്ക് 14 കൊടുക്കാം 14 രൂപയ്ക്ക് CBZ എക്സ്ട്രീം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് 2013 പൾസർ 20-25 രൂപ മാർക്കറ്റിൽ വലിയ ഒരു വൃത്തി കാര്യങ്ങളൊന്നും ആവറേജ് വണ്ടിയാണ് ആവറേജ് വണ്ടിയാണ് വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ കുറച്ചാണ് എത്ര കൊടുക്കും നമുക്ക് 17 രൂപ അതായത് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു വണ്ടി വേണോ ഈ ഒരു
കളർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് പ്രതീക്ഷിക്കേണ്ട. ആവശ്യങ്ങൾ നടന്നു പോകും. റഫ് യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് അപ്പാച്ചിയാണ് 2000 അപ്പാച്ചി. ഇതെന്താ വെച്ചാൽ വണ്ടി ഫോഗ്ലൈറ്റ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളുണ്ട്. ബാക്ക് ഡിസ്ക് ഉണ്ട്, മുന്നിൽ ഡിസ്ക് ഉണ്ട്, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല. കുറച്ച് വൃത്തിയമ്മ അതെ, ചില അങ്ങനത്തെ അപ്പാച്ചി പഴയ ചോദിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. 180 cc ആണ്. 180 cc അതെ, അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടിങ് കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഓവർ റേസിംഗിൽ ചെറിയ പോകുന്നുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ അവർക്ക് പോയി വിശദമായി എടുക്കാം. അതിനുള്ള പൈസ കുറച്ച് കൊടുക്കാം. എത്ര കൊടുക്കും? ഒരു 10 രൂപ കൊടുക്കാം. 10 രൂപ തരുന്ന ആലോചിക്കണം. അപ്പാച്ചി അതുപോലെ തന്നെ പൾസർ ഇതിനുള്ളിൽ ഇത് 180. ഇത് സർവീസും പോളിസി ചെയ്യാനുള്ളതാണ്, ചെയ്തിട്ടില്ല. എത്ര? ഇത് നമുക്ക് 2016 മോഡലാണ്. 16 മോഡൽ 35. അതുപോലെ തന്നെ ജിക്സർ അല്ല സോറി ടിസ്റ്റർ ഹോണ്ട ടിസ്റ്റർ എത്ര? 2011. ഇത് നമുക്കൊരു 13 രൂപ. ഇനിയിപ്പോ നമ്മൾ ബുള്ളറ്റിന്റെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ആയിട്ട് ഒരു വണ്ടി ഇവിടെ പുറത്തുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഏകദേശം സൈഡിലാണ്. അതായത് ഇവിടെ കറക്റ്റ് പറയാം അയാൻ മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. ഇതാണ് നമ്മളെ വണ്ടി. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 5000 രൂപ കൊടുക്കും. 5000 രൂപയ്ക്ക് വെറും 5000 രൂപയ്ക്കുള്ള വണ്ടിയാണിത്. ടിവിഎസിന്റെ ഇത് ഏതാ മോഡൽ? ടിവിഎസിന്റെ ഇതാണ് മറ്റേ മാക്സ് 4 വണ്ടിയാണ്. മാക്സ് 4 പുല്ലുണ്ടാൻ പറ്റും, അങ്ങനത്തെ വണ്ടിയൊക്കെയാണ് കേട്ടോ. സിമന്റ് കൊണ്ടാ. അതെ, സിമന്റ് കാര്യങ്ങൾ അങ്ങനത്തെ കടകളൊക്കെ പറ്റും. കടകളിൽ അതുപോലെ ഡെലിവറി ബോയ്സിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ബാക്കിൽ കൊട്ട വെക്കാൻ പറ്റിയ സീറ്റ്. ഓക്കെ, ഇനി നമ്മളെ 2 സ്ട്രോക്ക് വണ്ടി RX വരി ഇതിന്റെ റേറ്റ്, അതായത് ഇത് മുട്ടിച്ചു കൊടുക്കല്ലേ നമ്മള്? ഇത് നമുക്ക് കൊടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വലിയ വില നമ്മളെ മറ്റേ സ്ഥലത്തേക്ക് പോകണ്ടേ? ബുള്ളറ്റിന്റെ വീഡിയോ വെയിറ്റ് ചെയ്തോ, വീഡിയോ ഒക്കെ കാത്തിരിക്കും. ഇനി മറ്റുള്ള ഷോറൂമൊക്കെ നമുക്ക് പോകുന്നുണ്ട്. വരി ഇരുന്നിട്ട് ആകെ പൊള്ളുന്നിട്ടല്ലോ. അത് വെയിലായിട്ടാ മഴയും വെയിലും എല്ലാം ഉണ്ടല്ലേ. അപ്പൊ നല്ലൊരു വെറൈറ്റി കാലാവസ്ഥയാണ്. ഓക്കെ, സ്റ്റാർട്ടാക്കാം. ചോക്ക് പിടിക്കണമെന്നില്ല, നേരത്തെ നമ്മൾ സ്റ്റാർട്ടാക്കില്ലേ? ഓക്കെ. സൗണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നോ? കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ട് നമ്മൾ വിലയും കൂടുതൽ ഇട്ടിയത് കുറച്ച് 5000 കുറച്ച് കൊടുക്കാം. അല്ല, അതിനല്ല നമ്മൾ വില പറഞ്ഞു. ശരിയായിട്ട് ഇപ്പൊ സമയമായില്ലേ? പേപ്പറിൽ അതായത് പേപ്പറിൽ RC കൊടുത്താൽ എത്താൻ സമയം എടുക്കുമല്ലോ. RC എത്തി. ഇനിയിപ്പോ എന്താണ്? ഇപ്പൊ നമുക്ക് ലാസ്റ്റ് 80 രൂപ കൊടുക്കാം. 135 ആണ്. 2003 മോഡലാണ്. എന്തായാലും പാവട്ടാ. ഇനി നമ്മളെ വീഡിയോ കാണുന്നവരോട് സാധനം ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുത്തത്. ഇതിനിപ്പോ ചേമ്പർ കാണിച്ചു കൊടുത്തത്. ഒന്ന് പവർ വേണമെങ്കിൽ ത്രോട്ടിൽ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം. കിട്ടില്ലേ പാവട്ടാ? അപ്പൊ ഇതിന് ഈ പറയുന്ന പ്രൈസിലൊക്കെ എന്തായാലും നല്ല നാക്ക് അത് കൊടുക്കാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കസ്റ്റമറൊക്കെ ഇവിടെ വന്നിട്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് മറ്റേ ഷോറൂമിൽ കൂടി നമുക്ക് നിലവില് 3-4 ഷോറൂം ഉണ്ട് അല്ലേ? പക്ഷെ നമ്മള് കുറച്ച് ബുള്ളറ്റിന്റെ കളക്ഷൻ അതുകൂടി കാണിച്ചു തരാം. പിന്നെ നമ്മൾ എടുത്തില്ലേ? ഇത് കൊടുത്ത് 2018 അല്ലേ? എത്ര പറയുന്നത്? നമ്മൾ 90 രൂപ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്? എന്താ പറയണ്ട നമ്മുടെ കസ്റ്റമറോട്? ഇതുവരെ കിട്ടിയ സപ്പോർട്ട് ഉണ്ടല്ലോ. ഇതിന് മുന്നേ വന്ന കസ്റ്റമർ എവിടെന്നൊക്കെ വന്നതെന്നുള്ളതും കിട്ടിയ സപ്പോർട്ടിനെ പറ്റി എന്താണ് എല്ലാ ആളും നമ്മളെ വീഡിയോ എല്ലാവരും കാണല്ലോ. അവർക്കറിയാം നമ്മുടെ അടുത്ത് വാങ്ങിയ വണ്ടികൾക്കൊക്കെ നമ്മളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് റൈറ്റിന്റെ കാര്യത്തിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ മാരൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ചുള്ള ഉയർച്ച നല്ല രീതിയിൽ വളർന്നു വരട്ടെ. നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെല്ലാം ഫസ്റ്റ് കൊടുക്കണം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ? അതെ, നമുക്ക് ഹെൽമെറ്റ് ആണ് ഹെൽമെറ്റ് കൊടുക്കുക, കോട്ടാണെങ്കിൽ കോട്ട് കൊടുക്കുക, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ കൊടുക്കുക. എന്താ ഇഷ്ടമുള്ള കസ്റ്റമർ തീരുമാനിക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നേരെ മറ്റേ ഷോറൂമിൽ കൂടി നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ആവട്ടാ നമ്മൾ കൊടുക്കാൻ പോണ കറക്റ്റ്. ഇപ്പൊ നമ്മൾ അടുത്ത നമ്മളെ താഴെ ചെറിയ ഷോപ്പ് താഴെ ഷോറൂം. അപ്പൊ അവിടെ നമുക്ക് അതിന്റെ പേരെന്താ? അത് അയൺ മോട്ടോഴ്സ് തന്നെ. അയൺ മോട്ടോഴ്സ് മൊത്തം ഭരിക്കാണല്ലോ അല്ലേ? അത് ഓരോ ആളുകൾ കൈയ്യാണ് മേലെ ഉണ്ടായാലുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ പോയോട്ടേക്കാണ്. അപ്പൊ നിങ്ങൾ അപ്പൊ നേരെ ഷോറൂമിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, പൊളിക്കല്ലേ? അങ്ങനെ ബുള്ളറ്റിന്റെ ഒരുപാട് കളക്ഷൻ, അതായത് എത്ര ബുള്ളറ്റ് നിങ്ങൾക്ക് വേണം? ഏത് മോഡൽ കൊടുക്കാം നമുക്ക്? ഇതാ മോഡൽ, ഇതാ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതൊക്കെ 2020 മോഡൽ ഉണ്ട്. ഒക്കെ ന്യൂ മോഡൽ ഉണ്ട്. ES സെൽഫുള്ള ടൈപ്പ് ആണ്. പിന്നെ 2017 ഉണ്ട്, 17 ഉണ്ട്. പിന്നെ തണ്ടർബേർഡ് ഉണ്ട്, 100 ഉണ്ട്. പിന്നെ ബുള്ളറ്റിലെ അലവിൽ വരുന്ന ആ മോഡൽ ഉണ്ട്. ക്ലാസിക്കിന്റെ എല്ലാ മോഡലും ഉണ്ട്. അതായത് ക്ലാസിക്, ഈ മോഡൽ ക്ലാസിക് 2015 മോഡൽ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് റേറ്റ് കാര്യങ്ങൾ? ഇതൊക്കെ ഏകദേശം 70 രൂപ റേഞ്ചിൽ. 70 രൂപ. 2017 മോഡൽ, 15 മോഡൽ 70 രൂപ ലെവൽ. 100 ഒക്കെ 165 2022 2022 മോഡൽ 165 ലെവൽ. പിന്നെ അതുപോലെ തന്നെ ക്ലാസിക് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, തണ്ടർബേർഡ് ഫുൾ മോഡലാണ് വരുന്നത്. ഫുൾ മോഡലാ. പിന്നെ വൈറ്റ് ഉണ്ട്, ക്ലാസിക്. അങ്ങനെ ഒരുപാട് ബുള്ളറ്റിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വണ്ടികളും ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഡൗൺ പേയ്മെന്റ്
ഒരു മാക്സിമം 20 റുപ്യ കണ്ടായി ഇറക്കി കൊണ്ടുപോകും. അധികം BS4 വണ്ടികളുണ്ട്. BS4 വണ്ടികൾ നീ കിട്ടില്ല. ഇറങ്ങുന്ന വണ്ടിയൊക്കെ BS6 നീല വണ്ടികളൊക്കെ. അതെ BS4 മാർക്കറ്റ് കാരണം മറ്റേ ഹൈലൈറ്റ് 2017 ആണ്. 2017 മോഡലാണ്. 2017 മോഡലൊക്കെ എത്ര വരുന്നോ? 2017 ഏകദേശം 1 രൂപന്റെ ഉണ്ട്, 1.5 1.10 ഓരോ പല റേറ്റ്. അതെ 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 അതെ. പിന്നെ പൾസർ അപ്പാച്ചി അപ്പാച്ചി ഉണ്ട്. അതെ അങ്ങനെ ബാക്കിലേക്ക് പോവാണെങ്കിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്താൽ എൻഡോർക്ക് ഉണ്ട്, ഫാഷനുണ്ട്, എല്ലാ വണ്ടികളുണ്ട്. പുതിയ മോഡലായിട്ടുള്ള എല്ലാ വണ്ടികളും. അപ്പൊ ഇനി നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പറഞ്ഞ ഓഫർ ഉണ്ട് കൊടുക്കാം. കൂടാതെ പിന്നെന്താള്ളത് നമ്മളെ വീഡിയോ കണ്ടവർക്ക് എന്തായാലും ക്യാഷ് ബാക്ക് ഉണ്ടാവില്ലേ, വില കുറയില്ല. നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് കസ്റ്റമർ വരുന്നത് പറഞ്ഞാൽ പാവട്ട നിങ്ങൾ മോശമാക്കരുത്. അതാ പറയാനുള്ളത്, മാക്സിമം കുറച്ച് കൊടുക്കും. ബുള്ളറ്റിന്റെ കളക്ഷൻ ആണെങ്കിൽ ബുള്ളറ്റിന്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ KTM വണ്ടികളാണെങ്കിൽ അത് ഇനി വരാണ്ട് BS4 വരാണ്ട്, പൾസർ മോഡൽ കൂടി വരാണ്ട്, പിന്നെ ബുള്ളറ്റ് ഗൺമെറ്റിൽ വരാണ്ട് വണ്ടികൾ വരാണ്ട്. ഹിമാലയ ഉണ്ട്, 2021 മോഡലുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് വീഡിയോ എന്താ യൂട്യൂബിൽ വരാത്തത്. നമ്മൾ ഈ ഗിവ് അവേ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് ഗിവ് അവേ ഇപ്പൊ ഇതിന്റെ ഇടയിൽ വെക്കാൻ നമുക്ക് വെക്കണ്ടേ. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഒരുപാട് ഗിവ് അവേ കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വരാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓഫർ ഇട്ടിട്ട് മാക്സിമം കസ്റ്റമറിന് നേക്കാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. നമ്മൾ വീഡിയോ തുടങ്ങുന്ന തന്നെ. ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓഫറിന് പറയുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് വണ്ടി കൊടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ മാക്സിമം അതിലേക്ക് ചാടിയതാണ്. അപ്പോൾ ഇനി ഫ്രീ ആയിട്ടും ഓഫർ ഇട്ടും വണ്ടി കിട്ടണമെങ്കിൽ നമ്മുടെ പേജുകൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. നിങ്ങൾ മറക്കണ്ട, ബെല്ലൈക്കണൊക്കെ അമർത്തി വെച്ചോളി. പിന്നെ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ അത് കൊണ്ടോട്ടി ബൈപ്പാസിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളി. നമ്മളെ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടാതെക്കൂല. മെസ്സേജ് അയച്ചോളി. എന്തെങ്കിലും കാരണത്താൽ ഫോൺ എടുക്കാതൊക്കെ റീപ്ലൈ ഇട്ടാതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ബിസി ആയതുകൊണ്ട് മാത്രം ചിന്തിച്ചാൽ മതി അല്ലേ. അത് നിങ്ങൾക്ക് എന്തായാലും സാവധാനം റീപ്ലൈ കൊടുക്കൂലേ? വാട്സപ്പിൽ കൊടുക്കും. പിന്നെ വണ്ടിന്റെ വിഷ്വലുകൾ നിങ്ങൾ കുറച്ച് അടുത്തേക്ക് പോര്. വണ്ടിന്റെ വിഷ്വലുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സാണെന്നുണ്ടെങ്കിൽ, അതായത് 360 ഡിഗ്രിയിലുള്ള വീഡിയോസ്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ വിട്ടുതരും ഡീറ്റെയിൽസ് ആയിട്ട്, പേഴ്സണലായിട്ട് വിട്ടുകൊടുക്കാം. ഓക്കെ, എന്നാ ശരി. ഓക്കെ, പൊളിക്കണം. എന്നായിക്കോട്ടെ.